Hi students, welcome to Ideal Learning class. 9th Standard Maths Chapter 4 New Numbers Question number 3, page number 60 question number 3 ആണ്. 1 and 2 നേരത്തെ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ question number 3 ചെയ്യുന്നു. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തുകയും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കുകയും വേണം. ലൈക്ക് ചെയ്യാനും ശ്രമിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3. കമ്പ്യൂട്ട് 1/√2 + 1 കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസസ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്പർ 2 ചെയ്ത് കാണിച്ചതാണ്. √2 + 1 × √2 - 1 = 1 തന്നിട്ട് കമ്പ്യൂട്ട് 1/√2 - 1 ആണ്. ഇവിടെ അത് തന്നിട്ടില്ല. 1/√2 + 1 അത് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അത് 2 ഡെസിമൽ 2 ദശാംശ സ്ഥാനത്തിന് അനുസരിച്ച് കറക്റ്റ് ചെയ്ത് ആൻസർ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 1/√2 + 1 എന്ന് തരുമ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഈക്വൽസ് 1/√2 + 1 എന്നുള്ളതിനോടുകൂടി √2 √2 - 1 × √2 - 1 അത് മുകളിലും താഴത്തും, അതായത് ന്യൂമറേറ്ററിനോടും ഡിനോമിനേറ്ററിനോടും കൂടി √2 - 1, കാരണം ഇവിടെ √2 + 1 ആണ്. അപ്പോൾ √2 - 1 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇങ്ങനെ മുകളിലും താഴെയും ഒരേ സംഖ്യ കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യുമ്പോൾ ആ വിലയിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. പിന്നെ ഇത് എന്തുകൊണ്ട് √2 - 1 ചെയ്തു എന്ന് വെച്ചാൽ ഇത് a + b × a - b. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ആഡിനിറ്റി. a + b × a - b എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽസ് a² - b² എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അതുപോലെ ഇതിനെ നമുക്ക് ആ രീതിയിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ നമ്മൾ അതനുസരിച്ച് എഴുതി. √2 - 1 എന്നുള്ളത് × 1 ആ സെയിം ആൻസർ തന്നെ എഴുതുക. ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ഇത് a² - b², അതായത് √2² - 1². അപ്പോൾ നമുക്ക് കിട്ടുന്നു √2 - 1 ന്യൂമറേറ്ററിലും ഇതിനെ √2² √4 - 1 1² 1. Therefore √2 - 1 ഡിവൈഡഡ് ബൈ √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 - 1 2 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അപ്പോൾ √2 - 1 എന്നുള്ള ആൻസർ കിട്ടുന്നു, കാരണം ഇവിടെ ബൈ 1 ആണ് വരുന്നത്. 2 - 1 1 ആണ്. ഓക്കെ, ഇനി നമുക്ക് √2 - 1 എന്ന് പറയുമ്പോൾ √2ന്റെ വാല്യൂ ദാറ്റ് ഈസ് 1.414 - 1 ദാറ്റ്സ് ഈക്വൽസ്, നമുക്ക് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ അറിയാവുന്ന ആൻസർ നോക്കാം എന്താണ്. 0.414 ആണ്. അപ്പോൾ ഇത് കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസസ് എന്ന് പറയുമ്പോൾ 0.41 ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4. സിംപ്ലിഫൈ √3 - √2 × √3 + √2. ഇതിപ്പോൾ നമ്മൾ a - b × a + b ആ രീതിയിലാണ്. അത് സിംപ്ലിഫൈ ചെയ്ത ശേഷം യൂസ് ദിസ് ടു കമ്പ്യൂട്ട് 1/√3 - √2 ആൻഡ് 1/√3 + √2 കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസസ്. ഓക്കെ, √3 - √2 × √3 + √2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം a² a - b × a + b ദാറ്റ് ഈസ് a² - b². അപ്പോൾ √3² - √2². അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ √3² എന്ന് പറയുമ്പോൾ √3 × √3 ദാറ്റ് ഈസ് √9 √9 - √2 × √2 ദാറ്റ് ഈസ് √4. അപ്പോൾ ദാറ്റ്സ് ഈക്വൽസ് √9 3 ആണെന്നറിയാം, √4 2 ആണെന്നറിയാം. അവിടെ കിട്ടുന്നു 1 എന്നുള്ള ആൻസർ. ഓക്കെ, ഇനി നമുക്കത് വെച്ചിട്ട് മറ്റേ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. 1/√3 - √2 എന്താണെന്ന് കണ്ടുപിടിത്താൻ. അപ്പോൾ അതിനോടുകൂടി നമുക്ക് √3 - √2 ആണ് തന്നേക്കണമെങ്കിൽ √3 + √2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ചെയ്യണം. അപ്പം മേളിൽ ന്യൂമറേറ്ററിന്റെ സ്ഥാനത്ത് 1 × √3 + √2 എന്നുള്ള ആൻസറിന് √3 + √2 എന്ന് തന്നെ കിട്ടും. ഇവിടെ √3 - √2 × √3 + √2 അത് നമ്മളോട് സിംപ്ലിഫൈ ചെയ്തപ്പോൾ 1 ആണെന്ന് കണ്ടു. ദാറ്റ് ഈസ് ഈക്വൽസ് √3യുടെ വാല്യൂ 1.732 പ്ലസ് √2ന്റെ വാല്യൂ 1.414. ഇനി അത് സം ചെയ്ത് നമ്മൾക്കിവിടെ എഴുതാം. ഓക്കെ, 3.146 നമുക്ക് കിട്ടുന്നു. ഇനി ഇതിന് നമ്മൾ കറക്റ്റ് ടു 2 ഡെസിമൽസ് എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ഈക്വൽസ് 3.1. ഈ 4 എന്നുള്ളത് ഇപ്പോൾ റൈറ്റ് സൈഡിൽ 6 ആയതുകൊണ്ട് 5 5ൽ കൂടുതൽ വന്നാൽ 1 നമുക്ക് ആഡ് ചെയ്യാം 4നോട് കൂടി. അപ്പോൾ 5 എന്നുള്ള ആൻസർ കിട്ടും. അതായത് 3.15 എന്നുള്ള ആൻസർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ,
ഇതിന് കൂടെ തന്നിരിക്കുന്ന 1/√3 + 2 ഇതുപോലെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നാലും 1/√3 + 2 = 1/√3 + 2 +√2 സോറി. അപ്പോൾ ഇൻറ്റു 1/√3 - √2 ആണ് ഇൻറ്റു ചെയ്യേണ്ടത്. ഇവിടെയും ഇൻറ്റു √3 - √2 എന്നുള്ളത് ഇൻറ്റു ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഈക്വൽസ് നമുക്ക് എഴുതാം √3 - √2 എന്നുള്ള ആൻസർ കിട്ടുന്നു. ഇവിടെ താഴെ 1 കിട്ടുന്നു. ഓക്കെ, √3 - √2 എന്ന് പറഞ്ഞെന്നാൽ √3യുടെ വാല്യൂ 1.732 മൈനസ് √2ൻ്റെ വാല്യൂ 1.414 ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ അത് സെയിം അങ്ങനെ തന്നെ. ഇത് തമ്മിൽ മൈനസ് ചെയ്ത് എഴുതിയാൽ മതിയാവും. അപ്പോൾ കിട്ടുന്ന ആൻസർ 0.318. അത് കറക്റ്റ് ചെയ്ത് എഴുതുമ്പോൾ 8ൽ നിന്ന് 1 ഇങ്ങാട്, അതായത് 5ൽ കൂടുതലായതുകൊണ്ട് 1 ഇങ്ങാട് ആഡ് ചെയ്ത് 0.32 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 5. പ്രൂവ് ദാറ്റ് √2 and 2/3 = 2√2/3 and √3 and 3/8 = 3√3/8. Can you find other numbers like this എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 2√2/3 എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 2വിനെ കൂടി ഈ റൂട്ടിനകത്തേക്ക് മാറ്റാം. അപ്പോൾ ഈ 2 റൂട്ടിനകത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും 2 × 2 എന്നാകും. ശരിയല്ലേ? √4 ആണ് 2 എന്ന് പറയുന്നത്. √4 ആണ് 2. അപ്പോൾ 2 അകത്തേക്ക് കയറുമ്പോൾ അത് 4 ആയി മാറും. ദാറ്റ് ഈസ് 2 × 2 എന്നായി മാറും. പിന്നെ ഓൾറെഡി ഒരു 2 അവിടെ ഉണ്ട്. ഇത് ഡിവൈഡഡ് ബൈ 3 എന്നാവും. ദാറ്റ് ഈസ് √8/3 എന്നാവും. ഇനി 8/3 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. 8നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 3s are 6, ബാക്കി 2 വരുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഫ്രാക്ഷനാക്കി മിക്സഡ് ഫ്രാക്ഷനാക്കി എഴുതുമ്പോൾ റൂട്ടിനകത്ത് √8/3 എന്നുള്ളതിന് 2 ആൻഡ് ബാക്കി റിമൈൻഡർ മുകളിൽ റിമൈൻഡർ 2 ആണ്. റിമൈൻഡർ 2/3 എന്ന് വരുന്നു. അപ്പോൾ ഇതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. റൂട്ടിന് വെളിയിലുള്ള 2 √2/3 എന്നുള്ളത് √2 and 2/3 എന്ന് എഴുതാം. അതുപോലെ തന്നെ 3 and 3/8 നമുക്ക് എഴുതാം. √3 and 3/8 എന്ന് പറയുമ്പോൾ നമുക്കതിനെ 8 × 3 24 24 + 3 27 27/8. ഓക്കെ, ഇനി 27നെ നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 3 വെച്ച് നമുക്ക് ചെയ്യുമ്പോൾ 9 3s are 27. പിന്നെ നമ്മൾ 3 കൊണ്ട് ചെയ്യുമ്പോൾ 3 × 3 9. അതായത് 27 എന്നുള്ളത് സ്പ്ലിറ്റപ്പ് ആകുമ്പോൾ √3 × 3 × 3 എന്നായി മാറും. ഓക്കെ, ദ ഹോൾ ബൈ 8 എന്നുള്ളതിനെ നമുക്ക് 8 എഴുതാം. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനായിട്ട്, അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത്. 3 2 3 ഉണ്ട്. ഓക്കെ, 3 × 3 എന്നുള്ളത് 9 ആണ്. അപ്പോൾ 9നെ റൂട്ടിന് വെളിയിലെടുക്കുമ്പോൾ ഒരു 3 എഴുതാം. 2 3ക്ക് പകരം റൂട്ടിന് വെളിയിൽ ഒരു 3 എഴുതാം. ഓക്കെ, പിന്നെ ഒരു 3 റൂട്ടിനകത്തും. അപ്പോൾ 3/8 ഇങ്ങനെ മാറ്റി എഴുതാം. ഓക്കെ, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ആ ചാപ്റ്ററിലെ ആ സെറ്റിലെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ നമ്പർ 6. All red triangles in the picture are equilateral. What is the ratio of the sides of the outer and inner squares? ഓക്കെ, അപ്പോൾ ഇത് നോക്കൂ. റെഡ് കളറിലെ ഈക്വിലാറ്ററൽ ട്രയാങ്കിളുകൾ ശ്രദ്ധിച്ചല്ലോ. എല്ലാ റെഡ് ട്രയാങ്കിൾസ് ആണ്. ഇതിൽ ഔട്ടർ ഈ പുറമേ കാണുന്ന സ്ക്വയറും ഇന്നർ സ്ക്വയറും, അതാണ് ചോദ്യം. ആ 2 സ്ക്വയറുകളും സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ, വാട്ട് ഈസ് ദ റേഷ്യോ എന്നാണ് ചോദ്യം. ഔട്ടർ ആൻഡ് ഇന്നർ സ്ക്വയേഴ്സ്. അപ്പോൾ റെഡ് ട്രയാങ്കിൾസ് എല്ലാം ഈക്വിലാറ്ററലുമാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6ലെ റെഡ് ട്രയാങ്കിൾസ് കൊടുത്തിരിക്കുന്നതിൽ ഒരു ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കുക ഇത്. അപ്പോൾ അതിൻ്റെ സൈഡുകളെല്ലാം ഈക്വൽ ആണ്, ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണത്. അപ്പോൾ ഇത് സൈഡ് എ, ഇത് സൈഡ് എ. അപ്പോൾ ദെൻ ഈ സൈഡ് ഇത് പകുതി, ഒരു ആൾട്ടിറ്റ്യൂഡ് നമ്മൾ ആ ട്രയാങ്കിളിൻ്റെ നടുക്ക് വരച്ചെന്നാൽ ആ പകുതി സൈഡ് എന്ന് പറയുന്നത് a/2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്, മട്ടത്രികോണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ അപ്പോൾ നമ്മൾ എന്തിനാണ് ആൾട്ടിറ്റ്യൂഡ്, ഈ ട്രയാങ്കിളിൻ്റെ ചിത്രമാണ് ഞാൻ നേരത്തെ വരച്ചത്. ഈ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ
ഈ രണ്ട് ഓൾട്ടിറ്റ്യൂഡും ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും ചേരുമ്പോൾ ഔട്ടർ സ്ക്വയറിൻ്റെ സൈഡായി. ഓക്കെ, അതായത് രണ്ട് റെഡ് ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡും ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും ചേരുമ്പോൾ ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പോകുന്ന റെഡ് ട്രയാങ്കിളിൻ്റെ അത് കാണുന്നതിനായിട്ട് നമുക്ക് അറിയാം ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ എ സ്ക്വയർ ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽസ്, അതായത് എ സ്ക്വയർ മൈനസ് ബേസ് എന്ന് പറയുന്നത് a/2 ദ ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ്സ് ഈക്വൽസ്, നമുക്കറിയാം ഇത് ചെയ്ത് കഴിയുമ്പോൾ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 4, 2ൻ്റെ സ്ക്വയർ 4 ആണ്. ദെൻ ഈക്വൽസ് 4 ഇൻറ്റു എ, 4a സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ ബൈ 4 ഈക്വൽസ് 3a സ്ക്വയർ ബൈ 4 നമുക്ക് കിട്ടും. ഇനി അത് നമുക്ക് ഇത് കിട്ടുന്നത് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ദെർഫോർ ഓൾട്ടിറ്റ്യൂഡ് പൈത്തഗോറസ് തിയറം ആണ് ഇവിടെ. ഓക്കെ, ലംബം സ്ക്വയർ ഈക്വൽസ് ഓൾട്ടിറ്റ്യൂഡ്, അതായത് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ, അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്നാണ്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽസ് സ്ക്വയർ റൂട്ട് ഓഫ് 3a സ്ക്വയർ ബൈ 4 എന്നാണ്. ദാറ്റ് ഈസ്, നമുക്കറിയാം എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് നമുക്ക് എ എന്ന് എടുക്കാം. അതുപോലെ 4ൻ്റെ റൂട്ട് 2 ആണ്. അപ്പോൾ √3 മാത്രമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്നുകൂടി ഇതാക്കി എഴുതാം, √3a/2 എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് കിട്ടുന്ന ആ റെഡ് ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വലിയ സ്ക്വയറിൻ്റെ സൈഡ് അളവ് നോക്കാം. അപ്പോൾ ഇൻ ദ ലാർജ് സ്ക്വയർ, ചിത്രത്തിൽ കാണിച്ചു തന്ന ലാർജ് സ്ക്വയറിൽ ദർ ആർ 2 ഓൾട്ടിറ്റ്യൂഡും ആൻഡ് 1 സൈഡും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ കണ്ടെത്തിയ ഓൾട്ടിറ്റ്യൂഡ് √3a/2. അപ്പോൾ രണ്ടെണ്ണം ഉണ്ട്, 2 ഓൾട്ടിറ്റ്യൂഡ് എന്നാണ്, 2 ഇൻറ്റു √3 ഇൻറ്റു a/2 എന്നാണ് വരുന്നത്. അപ്പോൾ 2ഉം 2ഉം വെട്ടിപ്പോയിട്ട് നമുക്ക് കിട്ടുന്നത് √3a എന്ന് കിട്ടുന്നു, ലാർജ് സ്ക്വയറിൻ്റെ സൈഡ്. അതിനോടുകൂടി ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് കൂടി ചേർക്കണം. അപ്പോൾ √3a + a എന്നുള്ള ആൻസറാണ് വരുന്നത്. ഓക്കെ, ഇനി സൈഡ് ഓഫ് സ്മോൾ സ്ക്വയർ എന്ന് പറയുന്നത് സൈഡ് ഓഫ് ലാർജ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 1 സൈഡ് ഓഫ് ട്രയാങ്കിൾ. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാലും മതി. ഇത് ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡാണ്, ഇതും ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡാണ്. അപ്പോൾ ഈ രണ്ട് ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡുകൾ മൈനസ് ചെയ്ത് കളഞ്ഞാൽ, ഈ വലിയ സ്ക്വയറിൻ്റെ ലെങ്ത്തിൽ നിന്നും മൈനസ് ചെയ്താൽ ചെറിയ സ്ക്വയറിൻ്റെ സൈഡ് അളവ് കിട്ടും. ഓക്കെ, അതുപോലെ വലിയ സ്ക്വയറിൻ്റെ സൈഡ് അളവ് എടുത്തതെന്ന് പറയുന്നത് ഇത് കണ്ടോ, ഓൾട്ടിറ്റ്യൂഡ്, ഈ ഓൾട്ടിറ്റ്യൂഡ് പ്ലസ് ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്. ഓക്കെ, അപ്പോൾ 2 ഓൾട്ടിറ്റ്യൂഡും ഒരു ട്രയാങ്കിളിൻ്റെ സൈഡും കൂടി ചേർത്ത് പ്ലസ് ചെയ്താണ് ആ ആൻസർ കിട്ടിയത്. മനസ്സിലാകാൻ വേണ്ടി ഒന്നുകൂടി പറഞ്ഞു തന്നതാണ്, ക്ലിയർ ആകാൻ വേണ്ടി. കണ്ടോ, ഇതാണ് 2 ഓൾട്ടിറ്റ്യൂഡ് പ്ലസ് ചെയ്തതും അതിനോടുകൂടി ഒരു സൈഡ് ആഡ് ചെയ്തു. ഇനി വീണ്ടും ചെറിയ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു സൈഡ് ഓഫ് ലാർജ് സ്ക്വയർ, അത് √3a + a മൈനസ് 2 ഇൻറ്റു 1 സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ a ആണ്. ഓക്കെ, 2 ഇൻറ്റു a. അപ്പോൾ ദാറ്റ്സ് ഈക്വൽസ്, നമുക്ക് നോക്കാം എത്രയാണ് കിട്ടുന്നതെന്ന്. √3 2a ഉണ്ട്, അപ്പോൾ +a മൈനസ് 2a, അതിൽ നിന്ന് ഒരു a പോകും, √3a മൈനസ് a എന്നുള്ള ആൻസർ കിട്ടും. മനസ്സിലായല്ലോ, +a ഇവിടെ 2a, +aയിൽ നിന്ന് ഈ -2a, അതായത് a മൈനസ് a, അപ്പോൾ ഒരു a വെട്ടിപ്പോകും. ഓക്കെ, ഒന്നുകൂടി ക്ലിയർ ചെയ്ത് ഈ ആൻസറിന് എഴുതുമ്പോൾ നമുക്ക് a കോമൺ ആണ്. അപ്പോൾ എനെ ബ്രാക്കറ്റിന് വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ √3 മൈനസ് ഇവിടെ a ഇൻറ്റു 1 ആണ്, അപ്പോൾ -1 എഴുതാം. മനസ്സിലായാലും ഇവിടെ √3 ഇൻറ്റു a എന്ന് പറയുമ്പോൾ a വെളിയിലേക്ക് മാറ്റിയപ്പോൾ √3 ഇവിടെ അവശേഷിക്കുന്നു. ഇവിടെ -a ഇൻറ്റു 1 ആണെങ്കിൽ -1 വരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ചെറിയ സ്ക്വയറിൻ്റെ സൈഡ്. ഇനി നമുക്ക് റേഷ്യോ കാണാം. അപ്പോൾ നമുക്ക് വലിയ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് √3a + a ആണെന്ന് നേരത്തെ കിട്ടിയിരുന്നു. അതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. a കോമൺ ഫാക്ടർ ഉണ്ട് രണ്ടിലും. എനെ പുറത്തേക്ക് മാറ്റിയാൽ √3 ഇവിടെ പ്ലസ് എയുടെ ഭാഗത്ത് a ഇൻറ്റു 1 +1 എഴുതാം. അപ്പോൾ ആ ആൻസർ ആയിരിക്കണം ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ ഇടേണ്ടത്. അപ്പോൾ നമ്മൾ റേഷ്യോ എടുത്ത് എഴുതി,
ഇത് ചെറിയ സ്ക്വയറിൻ്റെ സൈഡാണ് എ ഇൻറ്റു റൂട്ട് 3 മൈനസ് 1 ആൻഡ് വലിയ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എ ഇൻറ്റു റൂട്ട് 3 മൈനസ് 1 തന്നെയാണ്. റൂട്ട് 3 പ്ലസ് 1ഉം റൂട്ട് 3 മൈനസ് 1ഉം. ഓക്കെ, ഒന്ന് റൂട്ട് 3 പ്ലസ് 1. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഈക്വൽസ് എയും എയും ക്യാൻസലായി പോയിട്ട് നമുക്ക് കിട്ടുന്നു റൂട്ട് 3 പ്ലസ് 1 ഈസ് ടു റൂട്ട് 3 മൈനസ് 1. ഇതാണ് കിട്ടുന്ന ആൻസർ. ഓക്കെ, താങ്ക് യു.